അതങ്ങ് വെട്ടിക്കളഞ്ഞിട ഇച്ചായത് കിട്ടിയത് എന്തിന് നിറച്ച് ഇല വീഴുവാർന്നേ ഭയങ്കര ശല്യമായിരുന്നു ഞാൻ മുറ്റടിച്ചടിച്ചടിച്ച് മടുത്തു. ഓരോ ജാമ്പയ്ക്ക് ഇത്ര ഒരു ആന ജാമ്പയാ. ആ നിനക്കത് പറയാം. അല്ല കാര്യമുള്ളത് എന്താ അതൊക്കെ കിട്ടാൻ പാടില്ലാത്ത സാധനങ്ങളാ. ഇതെന്താന്നേ? അതെ പണ്ട് ഇവിടെ വീട് വെക്കുമ്പോ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി നിർത്തിയിരുന്ന ടാങ്കാ. ഇപ്പൊ മീനുണ്ടോടി? കൊള്ളൂലല്ലോ, വെള്ളം കൊള്ളൂലല്ലോ. നമ്മള് പഴയ വീട്ടുകാരൻ ജോൺസൺ പോയോ? ആ അയാളെ പറഞ്ഞു വിട്ടു, അയാൾ അത്ര വെടുപ്പായില്ലായിരുന്നു. ഇത് പുതിയതാ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ പോകുന്നു. എത്ര കിലോ കിട്ടും ദിവസം? ഒരു 20 കിലോ ഒക്കെ. 20 ഉണ്ടല്ലേ? ഓ, പക്ഷെ നല്ല പാല്. എങ്ങനെയുണ്ട്? പാല് കട്ടുന്നുണ്ടോ? ജോസി, മറ്റേ ലോഡ് വന്നിട്ടുണ്ടായിരുന്നോ? ആ വന്നു. ആ ടാങ്കിലെ വെള്ളം മാറ്റണേ, അതിനെ കുറച്ച് അവറുണ്ട്. നീ എന്താ നിൽക്കുന്ന? അല്ല നീ എന്ത് കാണാൻ നിൽക്കുന്നുണ്ട്? എന്താ അളിയാ, ഇത് പോലെ ഗുണമുണ്ടോ ഇതുകൊണ്ട്? വലിയ ഗുണമൊന്നുമില്ലല്ലേ, ചുമ്മാ അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുള്ളൂ. എനിക്ക് തോന്നി, അതായത് ഇന്നത്തെ കാലത്ത് റബ്ബർ വെട്ടി എന്തെങ്കിലും കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് വെട്ടണം. സ്വന്തമായിട്ട് വെട്ടണം, അത് വേണം. അളിയന് വെട്ടറിയാമോ? എനിക്ക് വെട്ടറിയില്ല. പേടിക്കണ്ട, എനിക്ക് നന്നായിട്ട് വെട്ടാൻ അറിയാം. അതെനിക്കറിയാം, രാഷ്ട്രീയത്തിലല്ലേ നിങ്ങൾ ഒരുപാട് വെട്ടിക്കാണും. അപ്പൊ ഇതേ ഇനിയിപ്പോ ഇത് അവനെ അങ്ങ് പറഞ്ഞു വിട്ടാരാ, ബാക്കി വെറുതെ അവന് പൊന്നളിയ അളിയന്റെ പണി നോക്കളിയാ. അവിടെ അവന്റെ ജീവിതം നടത്തട്ടെ, നിങ്ങൾ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി. നീ എന്തിനാണ് വല്ലവനെയും വളർത്തുന്നേ? ഇത് നമുക്ക് വെട്ടിയുള്ളത് എടുത്താൽ നമുക്ക് അന്തസ്സായിട്ട് ചിലരുടെ കയ്യിലിരിക്കൂലേ അളിയ? ആർക്ക്? നമുക്ക് വെട്ടി ഞാൻ എടുത്ത അളിയനും എനിക്ക് ഇവിടെ എന്തെങ്കിലും എടുത്തുകൂടെ ചെയ്യുന്നത്? തൽക്കാലം ഇങ്ങനെ പോലെ പോട്ടെ. ഇതിന് വെള്ളം ഒഴിക്കാറുണ്ടോ? അതിന് വെള്ളം ഒഴിക്കണ നേരാ ഉണ്ട്. നിറം കണ്ട നീ? നിനക്ക് വേറെ എന്താണ് ഇവിടെ പണി? എപ്പോ ഒഴിക്കാന്ന് നീ പറയണത്? എടി സമയത്ത് കാര്യങ്ങൾ ചെയ്യണം, അല്ലാണ്ട് വെറുതെ വായി നോക്കി മറ്റുള്ളവന്റെ കാര്യം ഒന്നും നടക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാൻ. അല്ല അളിയ ഇത്ര ശോഭിക്കല്ലേ? ഇന്നലെ മഴ പെയ്തളിയാ. ഒരു മിനിറ്റ് അളിയാ, ഞാൻ എന്റെ പണി നടത്തല്ലേ, അളിയൻ വെറുതേക്കല്ലേ? അത് അപ്പുറം മറിച്ചിട്ട് അല്ല, ടാങ്കിലെ വെള്ളമില്ലേ അത് മുഴുവൻ നടത്തി വെള്ളം കച്ചറ വീണിരിക്കും. പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ഓരോന്നിന്റെ വായിൽ നോക്കി ഇവിടുത്തെ പണി നടക്കണ്ടേ ഇവിടെ ചുമ്മാ? പനിക്കൂർക്ക് ആരടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച്? പനിക്കൂർക്ക് എവിടെയാണോ വെച്ചത്? പിന്നെന്താണ് പനിക്കൂർക്ക്? ജലദോഷക്കൂർക്ക് അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അവിടെയല്ലാർന്നാ എടി, ഇത് ഇരുന്നത് അപ്പുറം ആയിരുന്നില്ലടി. നീ എന്നെ പഠിപ്പിക്കണം. ഞാൻ എന്താ ഈ വീട്ടിൽ പുതിയ ആളാണോ? ആണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ട? എന്ത് തോന്നണ്ടെന്ന്? ഒന്നാമത് ഒന്നും തലേ കയറില്ല, എന്ത് പറഞ്ഞാലും തലേ കയറില്ല. ഹലോ ഹലോ ഹലോ, ഞങ്ങൾ സംസാരിക്കട്ടെ. എന്റെ ഭാര്യയാണ്. ആദ്യമായിട്ട് കാണണല്ല, ഒന്ന് ചുമ്മാ വിടണം. നിങ്ങൾക്ക് എന്താണ് മനുഷ്യ? എനിക്കറിയാമോ നിക്ക്, നീ അവിടെ നിൽക്ക്, ഞാൻ അതേ വന്നു. എടീ തങ്കം, നീ ഈ ആഞ്ഞില് കണ്ടായിരുന്നോ? ഈ ആഞ്ഞില് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് തൈ തരുമല്ലോ, അങ്ങനെ ഞാൻ കൊണ്ട് വെച്ചതാ ഇത്. ഈ ആഞ്ഞില് കൊടുത്തിരിക്കണ്ട, കച്ചവടമാക്കിയതാണ്. എടോ, മറ്റേ ടാപ്പിൽ ഇടാനുള്ള പൗഡർ ഇല്ലേ, പൗഡർ അവൻ കൊണ്ടുവരുന്നുണ്ട്. ജോസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോസിനോട് കൊണ്ടുവരും. കൊണ്ടുവന്ന് അത് വാങ്ങിച്ചു വെച്ചേക്കണം കേട്ടാ. ആഞ്ഞിലും പറഞ്ഞ് നടക്കുകയാണ്. വളയന്റെ കിളി പോയി, നമ്മളെ കണ്ടപ്പോ കിളി പോയിക്കുക. ഈ ആഞ്ഞില് ഇപ്പൊ എന്നെക്കാള് 2 ഇരട്ടി വളർന്നില്ലേ? ഒരു നിസ്സാര മരം പോലും വളർന്നു, ക്ലീറ്റോന് മാത്രം. കൂടുതൽ വളി പഠിക്കല്ലേ കേട്ടോ. അതെ, ഈ മനുഷ്യൻ ഇരിക്കുന്ന പോലെ നടക്കണേ. അല്ല, അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരവിന്റെ ഉദ്ദേശം ഏതാണ്ട് അളിയന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി അതിന്റെ ഒരു ടെൻഷനാണ്. ടെൻഷനല്ല, നമ്മൾ വന്ന കാര്യം നടക്കുന്ന തോന്നുന്നു. ഇതിപ്പോ വളരെ ഈസി ആയിട്ട് നടക്കും. ഞാൻ വിചാരിച്ചില്ല അളി ഇത്രയും പൊട്ടനാണെന്ന് വിചാരിച്ചില്ല. എടി കാണിച്ചു കൂട്ടിയത് ഈ വെള്ളം അടിക്കാനുള്ള ചെടിയൊന്നും ഇല്ല. അല്ലാതെ കടുംപെട്ട് വെട്ടേണ്ട വരൂ. ഇതിങ്ങനെ ഓടി അടക്കെ ഇതിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയണോ? അതെ, കച്ചതിരുമ്പൊന്നുമില്ല, എവിടെയെങ്കിലും പിടിക്കാം. എന്തിനും അതൊക്കെ ഞാൻ മുഖത്ത് നോക്കിയങ്ങ് പറയും. എന്തായാലും നിന്റെ ആങ്ങളെ തോപ്പിക്കണതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് ഇതിൽ വരില്ല. ഇത് വളരെ ഈസിയാണ്. ASI ആണെന്നുള്ളതേ ഉള്ളൂ. ആള് വെറും പൊട്ടം തന്നെ. പിന്നെ ഇപ്പം എനിക്കൊരു ടെൻഷൻ, ഇവിടെ എനിക്ക് ഒരു ശത്രുവുണ്ട്. ഞാനിവിടെ കണ്ടെത്തിയത് ഒരു ശത്രു എനിക്കുണ്ട്. എൻ്റെ അളിയൻ്റെ സന്താനം ഉണ്ടല്ലോ, ആ ചെറുക്കൻ. എന്താ അവൻ്റെ പേര്? പോത്തൻ. ആ പോത്തൻ ഇച്ചിരി കുഴപ്പക്കാരനാ. 10-15 വയസ്സുള്ള കൊച്ച് മതി, അത് അത്രയും മതി. ആ സാധനം ഉണ്ടല്ലോ, ഒരു 50 വർഷത്തെ വളർച്ച അവൻ്റെ തലയ്ക്കുണ്ട്. അവൻ്റെ വർത്താനമൊക്കെ അങ്ങനെയാ. നിങ്ങളുടെ പെങ്ങള് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാണ്. നിങ്ങളുടെ പെങ്ങള് എന്നോട് ആവശ്യമില്ലാത്തൊരു സ്നേഹം കാണിക്കുന്നുണ്ട്. അവളെ നീ അങ്ങനെ കാണണ്ട. അവള് വെറും പാവന്റെ, അവളുടെ ഉള്ളിൽ ഒന്നുമില്ല. Alien versus Alien.